ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടൊരു ലോങ് ട്രിപ്പ് പോവാണ് കേട്ടോ. ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാവിലെ മഴയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് മഴ പെയ്താലോ എന്ന് വെച്ചിട്ട് കോട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഞങ്ങളൊരു നിലമ്പൂരെത്തുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളൊരു ചായയും ഉഴുന്നുവടയൊക്കെ കുടിച്ചു. ഈ ഒരു സ്ഥലം ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഞങ്ങൾ ഊട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിലമ്പൂർ വഴി നാടുകാണി ചുരം കയറിയിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചുരം എത്തുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. കാരണം ഇനിയിപ്പോൾ ചുരം കയറി കഴിഞ്ഞാലല്ലേ പിന്നെ അടുത്ത ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടേക്കൊന്നും വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചപ്പാത്തിയും അബേട്ടൻ നൂൽപുട്ടും അതൊക്കെയാണ് കഴിച്ചത്. വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം വഴി കയറുക എന്നല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നാടുകാണി ചുരവും കയറുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അത്യാവശ്യം ഞങ്ങൾക്കൊരു ഉച്ചയാകുമ്പോഴത്തേനെങ്കിലും ഊട്ടി എത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ എല്ലാ സ്ഥലത്തും നിർത്തിയാണ് കേട്ടോ പോയത്. കാരണം ഒന്നാമത് നല്ല മഴയാണ്. ഇത് ഗൂഡല്ലൂർ എത്തുന്നതിന് തൊട്ട് മുന്നുള്ള സ്ഥലമാണ്. അവിടെ നിർത്തിയപ്പം പെട്ടെന്ന് മഴയും ഭയങ്കര കോട കിട്ടും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും നിർത്തിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഗൂഡല്ലൂർ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പും നല്ല കാറ്റുമാണ് കേട്ടോ. ഒരു രക്ഷയില്ല തണുപ്പിന്. പിന്നെ ഞങ്ങൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് സത്യം ഇത് എവിടെയാണ് ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല. പക്ഷേ നമ്മൾ വീഡിയോസിലും റീൽസിലൊക്കെ കാണാറില്ലേ ഈ ഊട്ടിയിലേക്ക് പോകുന്ന വഴി എല്ലാവരും ഇവിടുന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുക്കലുണ്ട്. ഒരു പൈൻ ഫോറസ്റ്റ് ഒക്കെ പോലെയുള്ളൊരു സ്ഥലം. അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അധികം ക്ഷീണിക്കാതിരിക്കാനാണ് കേട്ടോ ഈ എല്ലാ സ്ഥലങ്ങളിലും നിർത്തി ചായയൊക്കെ കുടിച്ച് പോകാമെന്നുള്ളൊരു പ്ലാന് ഞങ്ങൾ ഇട്ടത്. കാരണം അങ്ങനെ ഒരേ സമയം ഇങ്ങനെ ലോങ് ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായി പോകുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ പിന്നെ അടുത്തൊരു സ്റ്റോപ്പ് കണ്ടപ്പം ഇങ്ങനെ ഇവിടെ കോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല സ്വീറ്റ് കോണും പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റും ആട്ടോ വാങ്ങിയത്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലൊക്കേഷനും കൂടിയാണ്. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാലം മുതലേ പറയാൻ തുടങ്ങിയാണ് ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അതായത് ആഫ്റ്റർ മാരേജ് നമുക്ക് ബുള്ളറ്റിൽ ലോങ് ട്രിപ്പ് അടിക്കണമെന്ന് ഞങ്ങൾ എന്നോ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഞങ്ങളെ 2-3 ഫ്രണ്ട്സും പോരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലാസ്റ്റ് നിമിഷത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയതാണ്. സമയം 1 മണിയായി. ഭയങ്കര തണുപ്പാണ്. കണ്ട് കൈ ചൂടാക്കുന്ന അബിയേട്ടൻ തണുത്ത് മരവിച്ച കൈ. ഗൈസിന്റെ കൈ തണുത്ത് മരവിച്ചെടുക്കാം കേട്ടോ. കൈ പൊള്ളി പോവാ അബിയേട്ടാ. ഗൈസ് നമുക്ക് ഊട്ടിന്ന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല. അങ്ങനെ ഉച്ചയാകുമ്പോൾ എത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3:30 ആയപ്പോൾ കേട്ടോ ഇവിടെ എത്തിയത്. ഇത് സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഊട്ടിയിൽ നിന്നും കുറച്ചിങ്ങ് പോന്നിട്ട് കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. അങ്ങനെ റൂമിലൊക്കെ എത്തി ഞങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ടുവന്ന് ചായയൊക്കെ തപ്പയാട്ടോ കുടിക്കുന്നത്. ഞാൻ 3 മണിക്ക് എണീറ്റതായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അത്രയും ലോങ് വന്നതിൻ്റെ ഒരു ക്ഷീണം എല്ലാം കൂടി ആയിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് എത്തുന്നതിന് തൊട്ട് മുന്നുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് മയോണൈസും കെച്ചപ്പും ഒരു ബ്രെഡും പിന്നെ കുറച്ച് എന്താ പറയുക വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. വീട്ടിൽ നിന്ന് ഓൾറെഡി ഞങ്ങൾ ഫ്ലാസ്കിൽ കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തിയ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ പണിയാട്ടോ നോക്കുന്നത്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം താൽക്കാലികമായിട്ട് അങ്ങനെ ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളോട് കഴിച്ചു കേട്ടോ. അപ്പോൾ വിശപ്പ് മാറിയെന്നേ ഉള്ളൂ. പക്ഷേ ക്ഷീണവും കാര്യങ്ങളൊന്നും മാറിയില്ല. ഇനി ഒന്ന് കിടന്നുറങ്ങിയാൽ മാത്രമേ ക്ഷീണം മാറുള്ളൂ. പക്ഷേ ഞങ്ങൾ ചോദിച്ചതിന് മുന്നേ ഇവിടെയുള്ള ഗൈഡ് പറഞ്ഞു ഇവിടെ താഴെയുള്ള തേയിലത്തോട്ടത്തിലേക്ക് വൈകുന്നേരം 6 മണിക്ക് മുന്നേ പോയിട്ട് തിരിച്ച് വരണം എന്നാണ് പറഞ്ഞത്. അവിടെ കരടിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഞങ്ങൾ റൂമിൻ്റെ വിൻഡോന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന ആ തേയിലത്തോട്ടത്തിലേക്കാട്ടോ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കുറേ അങ്ങ് പോയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒന്നാമത് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അവിടുത്തെ അയാൾ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ കരടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. പിന്നെ അതുമല്ല നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വേഗം റൂമിലേക്ക് തന്നെ വന്നു കേട്ടോ. ഗൈസ്, ഞങ്ങൾ റൂമിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂ ആണ്, പക്ഷെ ഭയങ്കര തണുപ്പുമാണ് കേട്ടോ. ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ് വ്യൂ? ഞങ്ങളിതാ ഗൈസ് ഇപ്പം അവിടെ വരെ പോയി വന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഈ കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ടോയ് ട്രെയിനുള്ളത്. അപ്പം നാളെ ഞങ്ങൾക്ക് ടോയ് ട്രെയിനിൽ മീൻസ് അതിൽ പോയി ടിക്കറ്റ് കിട്ടിയാൽ പോവും. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ പൈൻ ഫോറസ്റ്റ് പോകാണ്ട്, പിന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ പോകാണ്ട്, എന്നിട്ട് നാളെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വരാനുണ്ട്. ഇവിടെ വെളിച്ചം പോയിട്ടോ. അപ്പം നമുക്ക് ഇതടിക്കാം. ഇതടച്ചില്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അയ്യോ, കുടുങ്ങിയോ? അല്ലെങ്കിൽ അവിടേക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഗ്ലാസും കൂടി തുറന്നിട്ട് നല്ല തണുപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പം ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. സോ നമുക്ക് പുറത്ത് പോയി വരാം, ഫുഡ് കഴിച്ച് വരാം. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് വരാമെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടോ. ഫുഡ് ഞങ്ങൾക്ക് റൂമിലേക്ക് വാങ്ങിയാലോ എന്നുള്ള പ്ലാനായി. പിന്നെ ഞങ്ങളിതാ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയതെന്താണെന്ന് വെച്ചാൽ ഷവായും പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു ചിക്കൻ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ വാങ്ങിയത്. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴി ഞാനൊരു മാല വാങ്ങാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഫാൻസി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂമിലൊക്കെ വന്ന് ഞങ്ങളിതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ട്, കാരണം ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ആകെ സാൻഡ്വിച്ച് മാത്രമാണ് കഴിച്ചത്. റൂമിൽ വന്നോടനെ തന്നെ ഞാൻ വേഗം പോയി മേലൊക്കെ കഴുകി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടോ. ഇവിടേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സാധനവും ഇങ്ങനെ പേപ്പറിലാണ് കേട്ടോ കിട്ടുക. അങ്ങനെ ഞങ്ങളിതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. ഷവായ നമ്മളെ നാട്ടിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പുറത്തേക്കൊക്കെ പോയ ഫുഡൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ചിക്കൻ റൈസ് ഇതിന് വലിയ മാച്ച് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല, കാരണം ഇവിടുത്തെ ഫ്രൈഡ് റൈസ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ പിന്നെ എല്ലാ നാട്ടിലെ ഫുഡും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെയൊക്കെ അങ്ങോട്ട് വിചാരിച്ച് കഴിക്കന്നെ. അപ്പോൾ ഊട്ടിയിലേക്കുള്ള ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പം പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ചേട്ടാ ബേബി, സീ യു.